നമസ്കാരം. ഇന്ന് നാം ക്യാൻസർ രോഗികളുടെ ചികിത്സയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കൊല്ലത്തെ പ്രമുഖ ഹോസ്പിറ്റലുകളിൽ ഒന്നായ NS ഹോസ്പിറ്റലിലെ പ്രഗത്ഭയായ ഡോക്ടർ ടീന രാജനുമായാണ് സംസാരിക്കുന്നത്. ക്യാൻസർ എന്നത് ഭയപ്പെടുത്തുന്ന പേരാണെങ്കിലും ചികിത്സ, ആത്മവിശ്വാസം എന്നിവ കൊണ്ട് ഇത് നമുക്ക് അകറ്റാൻ കഴിയുമെന്ന് ഡോക്ടർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾക്ക് ഡോക്ടറുമായി സംവാദിക്കാം. ഡോക്ടർ, നമ്മുടെ പൂർവികരുടെ ഇടയിൽ ഇല്ലാതിരുന്ന ഒരു നീരാള പിടുത്തമാണ് ക്യാൻസർ. നമ്മുടെ ഈ സമയത്ത് ക്യാൻസർ രോഗികളില്ലാത്ത ഒരു കുടുംബങ്ങൾ പോലും ഇല്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കാം? എന്താണ് ക്യാൻസർ? ആദ്യം നമുക്ക് ക്യാൻസർ എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങളുടെ അമിതമായ അല്ലെങ്കിൽ അനിയന്ത്രിതമായ ഒരു വളർച്ചയാണ്. നമുക്ക് കൺട്രോൾ, നമ്മൾ സാധാരണ നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടി നമ്മുടെ സെൽസ് വളരണം അല്ലെ, ഓരോ ഫങ്ഷൻസിന് വേണ്ടി. പക്ഷേ ക്യാൻസറിൽ എന്താ സംഭവിക്കുന്നത്? അത് കൺട്രോൾ ഇല്ലാതെ അമിതമായിട്ട് വളർന്ന് കോശങ്ങളുടെ വളർച്ച കൂടി ട്യൂമർ ആകും. പിന്നെ ഈ ട്യൂമർ അവിടെ നിന്ന് പല സ്ഥലത്തേക്കും സ്പ്രെഡായി മെറ്റാസ്റ്റേസിസിലേക്ക് പോകും. അതായത് പല ഭാഗങ്ങളിലേക്ക് പോയി 4ാമത്തെ സ്റ്റേജിലേക്ക് അത് വ്യാപിക്കും. അതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, പണ്ട് എന്തുകൊണ്ടായിരുന്നു ഇതില്ല എന്നത്, ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇത്രയും കൂടുതലായിട്ട് ഇത് കാണുന്നത്? നമ്മളിപ്പം കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിന്റെ പല കാരണങ്ങളും കൊണ്ടാണ്. ഒന്നെന്ന് പറയുന്ന അന്നത്തെ ജീവിത ശൈലികൾ വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതശൈലിയായിരുന്നു നമ്മുടേത്. ഇപ്പോൾ രാവിലെ എണീക്കുക, നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ദിനചര്യയിലേക്ക് പോവുക. നമ്മൾ ഭയങ്കര ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു അല്ലേ. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ മുറ്റമടിക്കുന്നു, തുണി കഴിയുന്നു, നമ്മൾ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ആർക്കും ഇപ്പം സമയമില്ല. അപ്പം കുറച്ചുകൂടെ നമ്മുടെ ഒരു മോഡേണൈസ്ഡ് ആയിട്ട് നമ്മുടെ ഒരു ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാം ഒരു എളുപ്പ വഴിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മെഷീനെ അല്ലേ ഇപ്പം ആശ്രയിക്കുക. ഇപ്പം തുണി കഴിവുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാം വാഷിംഗ് മെഷീനിലാണ് കഴിവുക. അതേപോലെ എന്താ പറയുക, ഇപ്പം വീട് ക്ലീൻ ചെയ്യാൻ പോലും നമ്മളിപ്പോൾ റോബോകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പം നമ്മുടെ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. നമ്മുടെ ആ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് ഇപ്പം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒരു കാരണമാകാം. മറ്റേത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതശൈലിയിൽ വന്ന വേറൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ വന്ന ചേഞ്ചസ്. നമ്മൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരങ്ങളല്ല. പണ്ട് വീട്ടിൽ തന്നെ നമ്മൾ തന്നെ അരി അറിയാം, വയലുണ്ട്, കൃഷി ചെയ്ത് നെല്ലെടുത്ത് അത് കുത്തി അരി ഉണ്ടാക്കി നമ്മൾ അങ്ങനെ പുഴുങ്ങി കഴിക്കുന്നത് പോലെ അല്ലല്ലോ ഇപ്പം നമ്മളെന്ന് പറയുന്ന പ്രോസസ്ഡ് അല്ലെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി നമുക്ക് ഈ ഒരു എന്താ പറയുക, ഒരു ക്യാൻസർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആ ഒരു പ്രോളിഫറേഷൻ, അത് എന്തുകൊണ്ടാണ് വരുന്നത്? പലവിധമായിട്ടുള്ള മ്യൂട്ടേഷനുകൾ കൊണ്ടാണ് വരിക. അപ്പോൾ ഇത് ഓരോന്നും മ്യൂട്ടേഷൻ വരാൻ കാരണമാകും. അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ്, ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന ഫുഡ്സ് ലൈക്ക് ബാർബിക്യൂ ഐറ്റംസ്, എന്താ പറയുക, നമ്മുടെ പിള്ളേർക്കെല്ലാം ഇഷ്ടമായ ലൈക്ക് എന്താ പറയുക അൽഫാം, ഷവായി, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഇതെല്ലാം അൾട്രാ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളിപ്പം ചിക്കൻ, മീറ്റ് അല്ലെങ്കിൽ എഗ്ഗ് കഴിക്കുന്നത് പോലെയല്ല. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, നമ്മൾ ബർഗറിനകത്ത് വെക്കുന്ന പാറ്റീസ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ബീക്കൺ, ഹാം, അതൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം അതൊക്കെയാണ് കുറച്ചുകൂടെ പ്രോസസ്ഡ് ആയിട്ട് വരിക. അതായത് പ്രിസർവേറ്റീവ്സ് ചെയ്ത് നമ്മൾ കുറേ നാൾ നമ്മൾ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം പ്രിസർവേറ്റീവ്സ് ചേർത്ത് യൂസ് ചെയ്യുന്നത്, ഹൈലി സോൾട്ടഡ് ഫുഡ്, ഹൈ ഷുഗർ ഇൻടേക്ക് ഒക്കെ, അല്ല നമ്മുടെ റിഫൈൻഡ് ഫാറ്റ്സ് കൂടുന്നത്, നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം കണ്ടമാനം എന്താ പറയുക ഷുഗറും ഇതുമെല്ലാം കൂടുന്ന ഒരു ഫുഡിൽ ആണ് നമ്മൾ ഇപ്പം അതാണ് ഫുഡിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. പണ്ട് ഒരു വയറുവേദനയായിട്ട് നമ്മളൊരു സാധാരണ ഒരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് ചെന്നാൽ ആ വയറുവേദനയുടെ മരുന്ന് തന്നെ നമ്മളെ പറഞ്ഞു വിടും. പക്ഷെ ഇപ്പം നമ്മൾ നേരെ വയറുവേദനയാണെങ്കിൽ നമ്മൾ ആരെയാണ് കാണുന്നത്? നേരെ ഒരു സൂപ്പർ സ്പെഷ്യാലിസ്റ്റിൻ്റെ അടുത്തേക്കാണ് ചെല്ലുക. അപ്പം അവിടുന്ന് നമ്മൾ ബേസിക് ടെസ്റ്റായ അറ്റ്ലീസ്റ്റ് ഒരു സ്കാനെങ്കിലും നമ്മൾ അവിടുന്ന് ചെയ്യും. അപ്പം അത് നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു എമർജൻസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസ് പോലത്തെ ഉള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്കത് ചിലപ്പം കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരുള്ളൂ. നമ്മൾക്കത് ചെയ്യാതെ പോകുന്നതും നമുക്കത് പറ്റില്ല. സോ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഹൈഫൈ ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പം പണ്ട് കണ്ടുപിടിക്കാതിരുന്ന പല രോഗങ്ങളും നമ്മളിപ്പം കൂടുതൽ കണ്ടുപിടിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു വരുന്നത്. നമ്മൾ നേരത്തെ കോവിഡ് സമയത്ത് കണ്ടതാണ് അല്ലേ.
നമ്മൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും കോവിഡ് കേസസ് കൂടുന്നത്, നമ്മൾ അത്രയും ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കൂടുതൽ കേസുകൾ കണ്ടുപിടിക്കുന്നതും അത് പോസിറ്റീവ് ആവുന്നത്. അതേപോലെ തന്നെയാണ് പണ്ട് ഇത്രയും ടെസ്റ്റിംഗ് ഫെസിലിറ്റീസോ സ്കാനുകളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ചെറിയൊരു അസുഖത്തിന് പോലും നമ്മൾ സ്കാൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോരോ മാറ്റങ്ങൾ അല്ലെങ്കിൽ മുഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അത് കണ്ടുപിടിക്കും. പിന്നീട് എന്ന് പറഞ്ഞാൽ മെഡിസിനിൽ തന്നെ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് പണ്ട് പല മാറാ രോഗങ്ങളുണ്ടായിരുന്നു, മരുന്നുകൾ കണ്ടുപിടിക്കാത്ത രോഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് അതിന് മുന്നേ ആ അസുഖങ്ങൾ വരുന്ന മരിക്കാറുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കുറേ നാളുകൂടി നമ്മൾ ജീവിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ആയുസ് കൂടുന്തോറും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്തോറും നമുക്ക് ഈ മ്യൂട്ടേഷൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പം അതിന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക ആയുസ് കൂടുന്തോറും നമുക്കത് എന്താ പറയുക ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? അതാണ് ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു 4 കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. പണ്ട് എന്തുകൊണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എന്തുകൊണ്ട് ഇത്രയും കേസസ് നമ്മൾ കാണുന്നു എന്നുള്ളതിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ ഇതാണ്. ഡോക്ടർക്ക് ക്യാൻസർ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കാൻ പ്രചോദനമായത് എന്താണ്? പ്രചോദനമായതെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ MBBS പഠനകാലത്തിൽ നിങ്ങൾക്കറിയാലോ 4 വർഷം നമ്മൾ പഠിച്ച് 1 വർഷം നമ്മൾ ഹൗസ് സർജൻസി ചെയ്ത് പൂർത്തിയാക്കിയിട്ടാണ് ഒരു ഡോക്ടർ എന്ന രീതിയിൽ നമ്മൾ ജോലിയിൽ പ്രവേശിക്കുക. നമ്മൾ ആദ്യത്തെ ഈ 4 വർഷം നമ്മൾ പഠിക്കുമ്പോഴത്തേനും നമ്മൾ ഓങ്കോളജി സംബന്ധമായിട്ടോ ക്യാൻസർ സംബന്ധമായിട്ടോ വലിയ ഒരു അറിവോ നമ്മൾ അതിൽ നേടുന്നില്ല. പക്ഷെ നമ്മളിപ്പം ഹൗസ് സർജൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് നമുക്ക് ഓപ്ഷൻ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ പോകുമ്പോഴത്തേനും നമ്മൾ കൂടുതലും കാണുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്നത് സാന്ത്വന ചികിത്സ വിഭാഗം എന്ന് പറയും. അപ്പം കൂടുതലും നമ്മൾ കാണുന്നത് ക്യാൻസർ രോഗികളെ, അതായത് പ്രത്യേകിച്ച് ആദ്യത്തെ സ്റ്റേജുകളിലല്ല അവസാനത്തെ സ്റ്റേജിലായ ഒരു ഇൻക്യൂറബിൾ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, അവർക്ക് ഇനി ഒരു സാന്ത്വന ചികിത്സ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വരുന്ന സ്റ്റേജിലുള്ള ഒരു സെറ്റ് ഓഫ് പേഷ്യൻസ് ആണ് അവർക്ക്. അപ്പൊ അവരെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ അവരുടെ ഫാമിലിയെ കാണുമ്പോൾ അവരോട് ഇരുന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു എന്താ പറയുക ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അതാണ് ആദ്യമായിട്ട് എനിക്ക് കൂടുതലും ക്യാൻസർ പേഷ്യൻസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യണം എന്ന് തോന്നാനുള്ള കാരണം. പിന്നെ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലീസും റിലേറ്റീവ്സിലും ഒക്കെ നമുക്കിപ്പം ക്യാൻസർ ബാധിതരായിട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ഈ ഡോക്ടേഴ്സിനെ കാണാനൊക്കെ അന്നൊന്നും ഈ നമ്മുടെ ഈ എല്ലാ ജില്ലകളിലൊന്നും ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ ഈ അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോലുള്ള സ്ഥലങ്ങളിൽ പോയി രാവിലെ 7 മണിക്ക് പോയാൽ അവർ വൈകിട്ട് ഡോക്ടറെ കാണുന്നത് വൈകിട്ട് 6 മണി അല്ലെങ്കിൽ 10 മണി 11 മണിയൊക്കെ ആയിട്ട് വരെ ഡോക്ടറെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ. അപ്പൊ അത് കാരണം എനിക്ക് തോന്നി ഇപ്പം നമുക്ക് ഒരു ഓങ്കോളജി എന്തായാലും ഓങ്കോളജി സ്പെഷ്യലിസ്റ്റുകൾ കുറവാണ്, ഡെഫിനറ്റ്ലി ഓങ്കോളജി കേസസ് ഉണ്ടാവും. നമുക്ക് അവരോടൊപ്പം അവരെ കൂടുതൽ കെയർ ചെയ്യാനും എന്താ പറയുക അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനും ഒരു കൈസഹായമാകാനും കരുതുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഡോക്ടറിന്റെ സർവീസിനിടയിൽ നേരിട്ട ബുദ്ധിമുട്ടുള്ള ഒരു ക്യാൻസർ രോഗാവസ്ഥയെ കുറിച്ച് പറയാം. അതിന്റെ ചികിത്സാ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കിയത് കൂടി? നമുക്ക് ഓരോ കേസ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക പ്രത്യേകതരം കേസുകളാണ് ഓരോന്നും. അപ്പോൾ ഓരോന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ച് തന്നെയാണ്. അങ്ങനെ പ്രത്യേകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ കേസസ് നമ്മൾ വരുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അസുഖം സെയിം തന്നെ ആയിരുന്നാൽ കൂടി അവർ സഞ്ചരിക്കുന്ന ആ ഒരു പാത, അവർ വരുന്ന ആ ഒരു എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതെല്ലാം ഒന്നിനൊന്ന് വേറെ ആയിരിക്കും. അതേപോലെ തന്നെ അസുഖങ്ങൾ പല രീതിയിലുള്ളതുണ്ട്. പൊതുവേ നമ്മുടെ ഈ ഒരു അസുഖം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയും. അതായത് കുറേ സ്പെഷ്യാലിറ്റികളുണ്ട് ഇതിനകത്ത്. ഓങ്കോളജിയിൽ തന്നെ നമുക്ക് പലവിധമായിട്ടുള്ള സ്പെഷ്യാലിറ്റികളുണ്ട്. മെഡിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, ഓങ്കോസൈക്കോളജി, അതേപോലെ ന്യൂട്രീഷണൽ തെറാപ്പിസ്റ്റ്, അതേപോലെ നമുക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു വിഭാഗമാണ് നമുക്ക് ഈ ഓങ്കോളജി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് പൊതുവേ ഉള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത് നമ്മളൊരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരു ട്യൂമർ ബോർഡ് പോലെ കൂടിയിട്ട് ആണ് ആ ഓരോ പേഷ്യൻസിൻ്റെയും ഫൈനലായിട്ടുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഓരോ കേസസും നമുക്ക് ഓരോ ചലഞ്ചസ് ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ എടുത്ത് പറയത്തക്കവണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ
നമുക്കറിയാം ഇപ്പം പീഡിയാട്രിക് കേസസ്, അതായത് കുഞ്ഞുങ്ങളിൽ വരുന്ന ക്യാൻസർ എപ്പോഴും നമുക്ക് കുറച്ച് തീവ്രതയേറിയ ക്യാൻസറുകളായിരിക്കും, പ്രത്യേകിച്ച് ലുക്കീമിയ പോലത്തുള്ളത്. അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതും കുറച്ചുകൂടെ സങ്കീർണതയേറിയ ട്രീറ്റ്മെന്റുകളാണ്. 2-3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെന്റുകളാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു 2 ഘട്ടങ്ങൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ 3ാമത്തെ ഘട്ടത്തിൽ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോഴായിരിക്കാം ചില പേഷ്യൻസ് നമ്മുടെ അത്രയും സഹിച്ച് വന്നിട്ട് 3ാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്കത് കരകയറാൻ പറ്റാത്തൊരു രീതിയിലേക്ക് അവർ സിങ്കായി പോകുന്നത്. അപ്പം അങ്ങനെ വന്നിട്ടുള്ള കേസുകളെല്ലാം നമ്മുടെ മനസ്സിനെ ഒരുപാട് നേരം അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങളോളം മാസങ്ങളോളം നമ്മളത് ചിന്തിച്ച് നമ്മൾ ഇരിക്കാറുണ്ട്. ബട്ട് അത് വെച്ച് നോക്കുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ജീവിത രീതികൾ ഏതെല്ലാമാണ്? അതുപോലെ തന്നെ അതിൽ നമ്മുടെ ഭക്ഷണ രീതികളുടെ പ്രാധാന്യം എന്താണ്? ജീവിതശൈലികൾ നമുക്ക് മാറ്റാൻ പറ്റുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മാറ്റുക. എന്തെങ്കിലും ഒരു ഫോം ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് ഇപ്പം ഡെയിലി പോയി ജിമ്മിൽ പോയി മണിക്കൂറോളം വർക്കൗട്ട് ഒന്നും ചെയ്യണമെന്നില്ല. നമ്മുടെ സ്റ്റഡീസ് പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഗൈഡ് ലൈൻസ് പ്രകാരം പറയുന്നത് ആഴ്ചയിൽ 5 ദിവസം മിതമായിട്ടുള്ള മോഡറേറ്റ് ഇന്റൻസിറ്റിയിൽ വരുന്ന എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, അതിപ്പം ജോഗിങ് ആകാം, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള വാക്കിംഗ് ആവാം, പിന്നെ നമുക്ക് ചിലർക്ക് ലൈക്ക് ടെന്നീസ് പോലത്തുള്ള എന്തെങ്കിലും, ബാഡ്മിൻ്റൺ പോലത്തുള്ള എന്തെങ്കിലും ആവാം, സ്വിമ്മിങ് വരെ നല്ല എക്സസൈസ് ആണ്. സം ഫോം ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ചിലരിപ്പം ഡാൻസിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് അതേ രീതിയിൽ സം ഫോം ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ എപ്പോഴും വേണം. അറ്റ്ലീസ്റ്റ് 5 days a week. ഇപ്പം നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടോ അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേയോ അങ്ങനെ അറ്റ്ലീസ്റ്റ് 5 days a week ഒരു 30 to 45 minutes ഓഫ് എക്സസൈസ് നമുക്ക് വീക്ക്ലി നമുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഫിസിക്കലി നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ ഒബീസിറ്റി കുറയും. ഒബീസിറ്റി ലൈക്ക് ഫാറ്റി അക്യൂമുലേഷൻ കുറയും, ഫാറ്റിൻ്റെ അക്യൂമുലേഷൻ കുറയും. കുറേയൊക്കെ ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹോർമോൺ മീഡിയേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഈ ഒബീസിറ്റി ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ഹോർമോണിൻ്റെ ഇംബാലൻസ് വരും. ഇംബാലൻസ് വരുമ്പോൾ വരുന്ന ക്യാൻസറുകളാണ് നമുക്ക് ചില ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, ഒവേറിയൻ ക്യാൻസേഴ്സ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫുഡിൽ വരുത്താവുന്ന കുറേ മാറ്റങ്ങളുണ്ട്. ലൈക്ക് ടോട്ടലി നമുക്ക് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് മാറ്റിയിട്ട് നമുക്ക് കുറേ കൂടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടും. ഇപ്പോൾ ഹെൽത്തി പ്ലേറ്റ് അല്ലെങ്കിൽ ഹെൽത്തി പ്ലാറ്റർ എന്ന് പറയും. അതായത് നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഹാഫ് ഭാഗം, അതായത് പകുതി ഭാഗത്തിൽ കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കണം. 1/4 ഭാഗത്തിൽ അടുപ്പിച്ച് നമുക്ക് പ്രോട്ടീൻസ്, ലൈക്ക് എഗ് വൈറ്റ് നല്ല പ്രോട്ടീനാണ്, ചിക്കൻ നല്ല പ്രോട്ടീനാണ്. പിന്നെ അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ്, നമുക്ക് അരി പദാർത്ഥങ്ങൾ, അതായത് നമ്മുടെ ചോറ് പോലത്തുള്ള. സോ ഇതാണ് നമ്മുടെ ഒരു ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയാം. ഇത് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പം പിന്നെ നമുക്ക് ഓവറായിട്ടുള്ള ഷുഗർ ഇൻടേക്ക് കട്ട് ചെയ്യാം, സോൾട്ട് ഇൻടേക്ക് കട്ട് ചെയ്യാം. അതേപോലെ പ്രോസസ്ഡ് ഫ്രൂട്ട്സ്, ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന ഫ്രൂട്ട്സ് അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ കുറേ അഡിക്ഷൻസ് ഉണ്ട്, ലൈക്ക് സ്മോക്കിംഗ്, ആൽക്കഹോൾ. ഇതെല്ലാം ഓരോരോ ക്യാൻസറിൽ ലിങ്ക്ഡ് ആണ്. ലൈക്ക് സ്മോക്കിംഗ് നിങ്ങൾക്കറിയാം അല്ലെ, ശ്വാസകോശ അർബുദത്തെ ഉണ്ടാക്കുന്നത്, ലങ്സിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അതേപോലെ നമുക്ക് ആൽക്കഹോള് നമുക്ക് സിറോസിസ് ഉണ്ടാക്കിയിട്ട് സിറോസിസ് കുറേ നാളിരിക്കുമ്പം ലിവർ ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. കുടൽ ക്യാൻസറുകളും അതിനൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ്. അപ്പം നമുക്കൊരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് ഇതാണ്. കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതേപോലെ പ്രോട്ടീൻസ്, അതായിരിക്കണം നമ്മുടെ മേജർ ചങ്ക്. കാർബോഹൈഡ്രേറ്റ്സും അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സും ഇതും എല്ലാം നമുക്ക് കുറയ്ക്കണം അല്ലേ. ഡോക്ടർ ഉപ്പിന്റെ കേസ് പറഞ്ഞല്ലോ, അതി ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും ഉപ്പ് യൂസ് ചെയ്യുന്നവരാണല്ലോ, അപ്പോ അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് അമിതമായിട്ടുള്ള ലൈക്ക് സോൾട്ടഡ് ആയിട്ടുള്ള ടിൻഡ് അല്ലെങ്കിൽ ക്യാൻഡ് ഫുഡ്സിലൊക്കെ അമിതമായിട്ടുള്ള പ്രിസർവേറ്റീവ്, സോൾട്ട് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഉപ്പിന്റെ ഇതാണ് പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഡെയിലി ഇൻടേക്കിന് നമുക്കത് ആവശ്യമാണ്. നമുക്ക് സോഡിയം ക്ലോറൈഡ് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിൽ വേണം, മനസ്സിലായോ? അമിതമായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് അവോയ്ഡ് ചെയ്യണം. അമിതമായിട്ടുള്ള ഷുഗർ അവോയ്ഡ് ചെയ്യണം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇപ്പം നമ്മൾ ഈ ഫ്രൂട്ട് ജ്യൂസസ്, നാച്ചുറൽ ഫ്രൂട്ട് ജ്യൂസസ് എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് കിട്ടുന്നത് ഫ്രൂട്ട് ജ്യൂസസ് ലൈക്ക് ഫുൾ ഓഫ് എന്താ പറയുക ഷുഗറാണ്, ലോഡഡ് വിത്ത് ഷുഗറാണ്. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സോഫ്റ്റ് ഡ്രിങ്ക്സ്, പേരെടുത്ത് പറയാത്തത് അറിയാമല്ലോ, നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളാണ് അതൊക്കെയാണ് ലോഡഡ് ഓഫ് ഷുഗർ, ലോഡ്സ് ഓഫ് ഷുഗറാണ് അതിനകത്തുള്ളത്. നമ്മളത് അവോയ്ഡ് ചെയ്യണം. ഡോക്ടർ, ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വിവിധ തരം ക്യാൻസറുകൾ എന്തെല്ലാം എന്ന് പറയാം?
ഒന്ന് ഇന്ത്യയിൽ നമുക്ക് കാണപ്പെടുന്ന ലോകത്ത് ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വേറെയാണ്, ലോകം മുഴുവൻ എടുത്തുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വേറെയാണ്, ഇന്ത്യയിൽ വേറെയാണ്, കേരളത്തിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പം നമ്മൾ പൊതുവേ നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിമനിൽ സ്ത്രീകളിൽ കാണുന്നതെന്ന് പറയുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. രണ്ടാമതായി കാണുന്ന സെർവൈക്കൽ ക്യാൻസറുകളാണ്. സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഗർഭാശയഗല ക്യാൻസറുകൾ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യങ്ങളിൽ കാണുന്നത് ഓറൽ ക്യാവിറ്റി, അതായത് നമ്മുടെ പുകയില ഉപയോഗം കാരണം വരുന്ന ക്യാൻസറുകളാണ്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് എന്ന് പറയും, ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സ് എന്ന് പറയും. പിന്നെ രണ്ടാമത് പുകവലി കാരണം വരുന്ന ശ്വാസകോശാർബുദം വളരെ കൂടുതലാണ്. പിന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും കോമൺ ആയിട്ട് കാണുന്നതാണ് വൻകുടലിലെ അല്ലെങ്കിൽ മലദ്വാരത്തിലെ ക്യാൻസറുകൾ. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുന്നത് അതാണ്. പിന്നെ ലിവർ ക്യാൻസർ ഭയങ്കര കോമൺ ആണ്. പുരുഷന്മാരിൽ വീണ്ടും നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ കോമൺ ആണ്. ഇപ്പൊ ഇത്രയാണ് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒരു നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറുകൾ. ക്യാൻസർ തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഡോക്ടർ പ്രേക്ഷകർക്ക് നിർദ്ദേശിക്കുന്നത് എന്താണ്? നമ്മള് ഇപ്പം പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രിവെൻഷൻ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയും. പിന്നെ പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ. പ്രൈമോഡിയൽ എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ക്യാൻസർ വരുന്നത് അത് കണ്ടുപിടിച്ച് നമുക്ക് അതിനെ മാറ്റുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, അതേപോലെ ഹൈ പ്രോസസ് ഫുഡിന്റെ ഉപയോഗം, അത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആദ്യം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് നമുക്ക് പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ വരിക. അതേപോലെ തന്നെ ചില ക്യാൻസറുകൾക്ക് എതിരെയുള്ള വാക്സിനുകളുണ്ട്. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന HPV എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. അപ്പോൾ ആ വൈറസിനെതിരെ ആയിട്ടുള്ള ഒരു വാക്സിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾസിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ അവൈലബിൾ ആണ്. അപ്പോൾ അതും നമുക്ക് ലിവർ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നീട് വരുന്നത് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഏർലി സ്ക്രീനിങ്. അസുഖം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ പ്രാരംഭിക ഘട്ടത്തിൽ തന്നെ അതിനെ കണ്ടുപിടിക്കുക. ഏർലി സ്ക്രീനിങ് ആൻഡ് ഡിറ്റക്ഷൻ. മനസ്സിലായോ? അപ്പം പ്രത്യേകിച്ച് നമ്മളിപ്പം ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിലൊരിക്കൽ മാമോഗ്രാം എന്നൊരു പരിശോധന ചെയ്യുകയും അതിലെന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് തോന്നിയാൽ ബയോപ്സി ചെയ്യുകയും അസുഖം നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് സർവൈക്കൽ ക്യാൻസർ, ഗർഭാശയഗല ക്യാൻസർ, പാപ്സ്മിയർ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടെസ്റ്റിലൂടെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ വൻകുടൽ ക്യാൻസറുകൾ അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് കൊളനോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് ചെയ്താൽ വൻകുടലിൽ എന്തെങ്കിലും പോളിപ്പുകളോ മുഴകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അസുഖം സ്ക്രീനിങ് എന്ന് പറയുന്നത് അതാണ്, നേരത്തെ അസുഖം കണ്ടുപിടിക്കുക. അതേപോലെ പ്രോസ്റ്റേറ്റ് പുരുഷന്മാരിൽ കാണുന്നതാണ്. അതൊരു സിമ്പിൾ ഒരു ബ്ലഡ് ടെസ്റ്റ്, PSA എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റും ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു യൂറോളജി ഡോക്ടർ അല്ലെങ്കിൽ ഒരു ജനറൽ സർജൻ ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോയാൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമുക്ക് പാൽപ്പേറ്റ് ചെയ്ത് അതിൻ്റെ സൈസ് നമുക്ക് അറിയാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമുക്ക് സ്ക്രീനിങ് എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ആദ്യമേ നമ്മൾ അസുഖം ഉണ്ടാകുന്ന എന്തൊക്കെയാണോ ഫാക്ടേഴ്സ് അത് കണ്ടുപിടിച്ച് അതിനെ കുറയ്ക്കാൻ ശ്രമിക്കുക. അസുഖം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ സ്ക്രീനിങ് ആൻഡ് ഏർലി ഡിറ്റക്ഷൻ ചെയ്തിട്ട് അതിനെ കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് നമുക്ക് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫലപ്രദമായിട്ട് ക്യാൻസറിനെ തടയാൻ പറ്റും. ഈ പരമ്പരാഗത ചികിത്സകൾ അല്ലെങ്കിൽ വീട്ടുവൈദ്യങ്ങൾ അർബുദം ചെറുക്കാൻ സഹായിക്കുന്നു. ഓക്കെ, നാട്ടുവൈദ്യത്തെ പറ്റി പറയാൻ എനിക്ക് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എനിക്കില്ല. ഇപ്പം നമ്മൾ മോഡേൺ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മരുന്ന് നമ്മുടെ ഈ ഒരു അസുഖത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫലപ്രദമാണ് എന്ന് കണ്ടുപിടിക്കുന്നത് പല ഒരു ഫേസസിലൂടെ കടന്നു പോയിട്ടാണ്. ക്ലിനിക്കൽ ട്രയൽ ഫേസസ് എന്ന് പറയും. ആദ്യം ഒരു പ്രീ ക്ലിനിക്കൽ ട്രയൽ ഉണ്ടാവും, പിന്നെ phase 1, phase 2, phase 3 സ്റ്റഡീസ്, പിന്നെ ഒരു phase 4 സ്റ്റഡി, പോസ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റഡി. അപ്പോൾ ഇത്രയും ഒരു 5 ഘട്ടത്തിലൂടെ ഒരു കടന്നു പോയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മോഡേൺ മെഡിസിൻ മരുന്നുകൾ ഇന്ന അസുഖത്തിന് ഉപയോഗിക്കാം, ഫലപ്രദമാണ്, ഇന്ന ഡോസിൽ അത് നൽകാം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതേപോലെ കടന്നു പോയിട്ടുള്ള മരുന്നുകൾ നാട്ടുവൈദ്യത്തിൽ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ സമ്പ്രദായത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഉപയോഗിക്കാമായിരിക്കാം. പക്ഷെ നമ്മൾ മോഡേൺ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എല്ലാ മെഡിസിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു മെഡിസിനും ഈ ഒരു പ്രക്രിയ കൂടെ കടന്നു പോയിട്ട് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ.
പിന്നെ ചില രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന മാറ്റം, നമുക്ക് കുറേ ആന്റി ഓക്സിഡൻസ് കിട്ടും. ആന്റി ഓക്സിഡൻസ് എപ്പോഴും നമുക്ക് പ്രൊട്ടക്റ്റീവ് ആണ്. അത് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കുറേ എന്താ പറയുക ക്യാൻസറെ നമുക്ക് തടയാൻ പറ്റും. ലൈക്ക് നമ്മളിപ്പം നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മഞ്ഞപ്പൊടിയില്ലേ, ടേമറിക്, ലൈക്ക് ജിഞ്ചർ, ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ആന്റി കുർക്കുമിൻ കണ്ടന്റ്, ജിഞ്ചറിന്റെ എക്സ്ട്രാക്റ്റും ഒക്കെ ഒരു ക്യാൻസർ പ്രിവെൻഷൻ അല്ലെങ്കിൽ ഒരു ആന്റി ഓക്സിഡൻസ് പോലെ നമുക്ക് വർക്ക് ചെയ്യും. ഗ്ലൂട്ടാഥയോൺ അടങ്ങിയ ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ എന്താ പറയുക, എപ്പോഴും നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെന്ററിൽ കാണിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വെറുതെ ഇപ്പം നാട്ടുവെപ്പം എനിക്കൊരു പേഷ്യന്റിനെ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ എപ്പോഴും ഒരു പുള്ളിക്കാരന് ശ്വാസം മുട്ടുണ്ടായപ്പോൾ ഒരു എക്സ്റേ എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് ശ്വാസകോശത്തിൽ ഒരു ചെറിയൊരു മുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പോഴേ നമ്മുടെ ഡോക്ടേഴ്സ് അവരുടെ അടുത്ത് പറഞ്ഞതാണ് അത് ബയോപ്സി എടുക്കണം, തുടർ ചികിത്സകൾ, തുടർ പരിശോധനകൾ വേണമെന്ന് പറഞ്ഞതായിരുന്നു. പുള്ളി എന്താ പറയുക, പുള്ളി ഈ നമ്മളിപ്പോൾ യൂട്യൂബിലെല്ലാം എപ്പോഴും എന്താ പറയുക, ഇപ്പോൾ കുറേ വീഡിയോസ് നമ്മൾ കാണും, കുമ്പളങ്ങ ജ്യൂസ് നല്ലതാണ്, ആന്റി ഓക്സിഡന്റ് ആണ്, അല്ലെങ്കിൽ ആന്റി ക്യാൻസർ ഡ്രഗിന് ഇക്വലന്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കുമ്പളങ്ങ ജ്യൂസ് മാത്രം കുടിച്ചിട്ടിരുന്നു. പിന്നീട് നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് വലിയ ആ ഒരു 2 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന മഴ ഒരു 10 സെന്റിമീറ്ററോളം വലുപ്പമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. സോ അങ്ങനെ തെറ്റിദ്ധാരണകൾ പരത്തുന്നതായിട്ടുള്ള പ്രചാരങ്ങൾ അതിൽ വീഴാതിരിക്കുക. എപ്പോഴും ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെന്ററിൽ നിന്ന് നമ്മൾ അഡ്വൈസ് എടുത്ത് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുക. അനേകം ക്യാൻസർ രോഗികൾ രോഗനിർണയത്തിന് ശേഷം മാനസിക സമ്മർദ്ദം, വിഷാദം, ഒറ്റപ്പെടൽ ഇവയെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. നമ്മൾ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പരിചാരകർ എന്ന നിലയിൽ നമുക്ക് എങ്ങനെ അവരെ മാനസികമായി പിന്തുണയ്ക്കും, അതുപോലെ തന്നെ അവരെ എങ്ങനെ പോസിറ്റീവായും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും എങ്ങനെ നമുക്ക് അവരെ നിർത്താം. അത് കൂടാതെ എന്താ പറയാ, അതുപോലെ തന്നെ ഈ പ്രവൃത്തികളുടെ സമൂഹത്തിലുള്ള പങ്കെന്താണ്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മാറ്റേണ്ടത്, ക്യാൻസർ എന്നത് ഭയങ്കര ഒരു ഭീതി ഉളവാക്കുന്ന ഒരു വാക്കാണ് അല്ലെ. അപ്പൊ ആ ഒരു ബോധം നമ്മൾ മാറ്റണം. ക്യാൻസർ എന്നത് ഭയപ്പെടേണ്ട ഒരു രോഗമല്ല. ഇപ്പൊ നമ്മുടെ ഈ ലോഞ്ചിവിറ്റി കൂടുന്തോറും നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടവരാണ്. ലൈക്ക് ഷുഗറും പ്രഷറും പോലെ ഒരു അസുഖമായിട്ട് ഇപ്പം ക്യാൻസർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മുടെ ആ ഭയം മാറ്റണം. അപ്പൊ നമുക്ക് ആ ഒരു ക്യാൻസർ വന്നൊരു വ്യക്തിയാണ് എന്നൊന്നുമില്ല, സാരമില്ല, മറ്റേതൊരു അസുഖം പോലെയുള്ളൂ, ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ടും ഭേദം ആക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഏർലി സ്റ്റേജസിൽ നമുക്ക് ക്യാൻസറിന് 4 സ്റ്റേജസ് ആണ് ഉള്ളത്. അതിൽ 1 മുതൽ 3 സ്റ്റേജ് വരെ ഫുള്ളി ക്യൂറബിൾ ആണ്. ചിലപ്പോൾ ഈ 4ാമത്തെ സ്റ്റേജിൽ പോയാൽ പോലും ചിലത് ട്രീറ്റ്മെന്റിനോട് നല്ല രീതിയിൽ പ്രതികരിച്ച് കംപ്ലീറ്റ്ലി അസുഖം മാറിയിട്ടുള്ളവരും നമ്മുടെ ട്രീറ്റ്മെന്റ് ലിസ്റ്റിൽ ഉള്ളവരുണ്ട്. സോ അതെന്ന് പറയുന്ന ആ ഒരു ഭയമാണ് ആദ്യം നമ്മൾ ഇല്ലാതാക്കേണ്ടത്. പിന്നെ കുറെ കൂടി അവയർനെസ്, നിങ്ങൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ സോഷ്യൽ ഇതിലേക്ക് നമ്മൾ അവയർനെസ് കൊടുക്കണം. അതായത് നേരത്തെ അസുഖം കണ്ടുപിടിക്കാനുള്ള ചികിത്സ വഴികൾ എന്തൊക്കെയാണ്, ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും തെറ്റായുള്ള പ്രചരണങ്ങളെല്ലാം മാറ്റുകയും അതുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. സ്ക്രീനിങ് വഴി നമ്മൾ അസുഖങ്ങൾ നേരെ കണ്ടുപിടിച്ച് നേരത്തെ അത് ചികിത്സിച്ച് മാറ്റിയാൽ നമ്മുടെ ആ ഒരു സ്റ്റേജ് മൈഗ്രേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ഒരു ക്യാൻസർ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ജേർണി എന്ന് പറയുന്നത് നല്ല പെയിൻഫുൾ ആയിട്ടുള്ളൊരു ജേർണിയാണ്. അപ്പം നമ്മൾ അവരെ കണ്ടെത്തുക, അവർ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യുക, അവർ പോകുന്ന നമ്മളും ആ ഫേസിൽ കൂടെ കടന്നു പോകേണ്ടവരാണ് എന്ന് കരുതി തന്നെ ഓരോ പേഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഓരോരുത്തരുടെ നമ്മൾ പെരുമാറുക. അവർക്കൊരു സപ്പോർട്ട് എന്ന് പറയുന്ന കുറേ പേര് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ചിലപ്പം ചിലർക്ക് കൗൺസിലിംഗ് വേണ്ടി വരും, ചിലപ്പം അവർക്ക് ഫിനാൻഷ്യലി ചിലപ്പം സപ്പോർട്ട് വേണ്ടി വരും. നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി കുറേ നമുക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, കുറേ വെൽഫെയർ ഓർഗനൈസേഷൻസ് ഉണ്ട്, NGOs ഉണ്ട്. അപ്പോൾ അവരെയായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഇങ്ങനെ ഗെറ്റ് ടുഗദേഴ്സ് പോലെ നമുക്ക് സർവൈവേഴ്സ് മീറ്റ് പോലെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമ്മൾക്കിപ്പോൾ ഓരോരും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്നത് ലൈക്ക് ഓരോ സെറ്റ് ഓഫ് പേഷ്യൻസ് ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കീമോതെറാപ്പി പറയുകയാണെങ്കിൽ എവറി 3 വീക്സ് ആണ് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്നത്, മോസ്റ്റ് ഓഫ് ദി കീമോതെറാപ്പി. അപ്പോൾ ആ ഈ 3 ആഴ്ചയിൽ ഒരിക്കൽ വരുമ്പം എല്ലാവരെയും ആ 3 ആഴ്ച വരുന്ന ഒരു സെറ്റ് ഓഫ് പേഷ്യൻസ് ആയിരിക്കും. അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ തമ്മിൽ ആ ഒരു എന്താ പറയുക, ഒരു സിസ്റ്റർലി അല്ലെങ്കിൽ ഒരു ബ്രദർലി ബോണ്ട് ഉണ്ടാക്കിയാൽ അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതേപോലെ സർവൈവേഴ്സ് എന്ന് പറയുന്നത്, അതായത് അസുഖം പൂർണ്ണമായിട്ട് മാറി
അവരെ നമ്മൾ ഈ മുന്നിൽ വരയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ നമ്മുടെ ഈ പേഷ്യൻസുമായിട്ട് സംസാരിക്കുന്നത്, അതായത് ഞാനും ഈ അവസ്ഥയിലൂടെ കടന്നുപോയതാണ്, ഞാനും ഇത് തരണം ചെയ്ത് വന്നതാണ് എന്ന് അവർ പറയുമ്പോൾ നമ്മുടെ പേഷ്യൻസിന് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസവും ഇതുമെല്ലാം നമ്മൾ പറയുന്നതിനെക്കാട്ടി ഇത് അനുഭവിച്ച ഒരാൾ പറയുമ്പോഴത്തേന് നല്ലൊരു സപ്പോർട്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ഉണ്ടാക്കുക, ഇതേപോലെ അവയർനെസ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ക്യാൻസർ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സന്ദേശം എന്താണ്? ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്യാൻസർ ഒരു ഭയപ്പെടേണ്ട ഒരു രോഗമല്ല. അത് നമ്മുടെ ഒരു തെറ്റായ ധാരണ ആദ്യം തന്നെ മാറ്റണം. നമുക്ക് പിന്നെ പറയാനുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. എന്തെങ്കിലും ഒരു ഫോം ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി നേരത്തെ പറഞ്ഞതുപോലെ ഇൻവോൾവ് ആകുക. ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് കൊണ്ടുവരിക. പിന്നെ ഒബീസിറ്റി അമിതവണ്ണം നമ്മൾ അവോയ്ഡ് ചെയ്യുക. അത് കുറയ്ക്കാനുള്ള ശ്രമം നമ്മൾ വേണ്ടി വരും. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പം വാക്സിൻസ് ഒക്കെ അവൈലബിൾ ആണ്, അതെല്ലാം നമുക്ക് എടുക്കാം. എല്ലാ ക്യാൻസറുകളും നമുക്ക് പ്രിവെന്റബിൾ അല്ല. പ്രിവെന്റബിൾ ആയിട്ടുള്ള കുറച്ച് ക്യാൻസേഴ്സ് അല്ല, അതിനെതിരേതായിട്ടുള്ള ടെസ്റ്റുകളോ വാക്സിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. പിന്നെ നല്ലതായിട്ടുള്ള ഹെൽത്തി ഈറ്റിംഗ് ആണ് ഏറ്റവും, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി പ്ലസ് ഹെൽത്തി ഈറ്റിംഗ്. അഡിക്ഷൻസ് ലൈക്ക് ആൽക്കഹോൾ, സ്മോക്കിംഗ്, ടൊബാക്കോ യൂസ് മെയിൻലി, ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലായിട്ട് മുന്നോട്ട് പോയാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് ക്യാൻസറിനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. അത് മാത്രമല്ല, പ്രധാന ലക്ഷണങ്ങൾ എന്താണ് ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏത് അവയവത്തെ ബാധിച്ചു എന്നതിനനുസരിച്ചാണ്. നമുക്ക് കോമൺ ആയിട്ട് കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം വായിൽ ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ കവിളിലൊക്കെ ഉണങ്ങാതെ നിൽക്കുന്ന വ്രണങ്ങൾ, അൾസേഴ്സ് എന്ന് പറയും, അത് ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ കഴുകളിലൊക്കെ വീക്കമായിട്ട് ഉണ്ടെങ്കിൽ, അതൊക്കെ നമ്മുടെ ഒരു രോഗലക്ഷണമാണ്. പിന്നെ നമ്മുടെ ഇപ്പം തലച്ചോറിലേക്കൊക്കെ ക്യാൻസറുകളോ അങ്ങനെ എന്തെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തലച്ചോറിൽ തന്നെ വരുന്ന ക്യാൻസർ ആണെങ്കിൽ വിട്ടുമാറാത്ത തലവേദന ഉണ്ടാവാം, തലകറക്കം ഉണ്ടാവാം, അമിതമായിട്ടുള്ള ഛർദ്ദിലുണ്ടാവാം, നമ്മുടെ അകത്തുള്ള ബ്രെയിനകത്തുള്ള പ്രഷർ കൂടിയിട്ടുള്ള വോമിറ്റിംഗ് ഉണ്ടാവാം. പിന്നെ നമ്മൾ ശ്വാസകോശാർബുദമാണെങ്കിൽ ചുമ, വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, അതേപോലെ തന്നെ കഫത്തിൽ ചോരയുടെ അംശം കാണുക, അതൊക്കെയാണ്. കുടൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ വൈറസ് സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മോശം പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക, ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള അസ്വസ്ഥത, കുറച്ച് കഴിച്ചാൽ തന്നെ ഒത്തിരി നിറഞ്ഞു എന്ന് തോന്നുക, വയറിന് അമിതമായിട്ടുള്ള വീക്കം വരിക, വയറുവേദന, കാരണമില്ലാത്ത വയറുവേദനകൾ, അല്ലെങ്കിൽ മോശം പോവാതിരിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ട് മോശം പോവുക, ഇതൊക്കെയാണ് അല്ലെങ്കിൽ കുടൽ സംബന്ധമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ വരിക. പിന്നെ നമുക്ക് ലുക്കീമിയ പോലത്തുള്ള ബ്ലഡ് ക്യാൻസേഴ്സോ ലിംഫോമ പോലത്തുള്ള ക്യാൻസേഴ്സ് ആണെങ്കിൽ നമുക്ക് വിട്ടുമാറാത്ത പനി, ഇടയ്ക്ക് അടിക്കടിയുള്ള പനി വരാം, ശരീരം വല്ലാതെ മെലിഞ്ഞു പോകാം, അല്ലേ, അതൊക്കെ ഉണ്ടാവാം. അതേപോലെ കഴലകളുടെ വീക്കം ലിംഫോമയിൽ വരാം, ബ്ലീഡിങ് വരാം, അതായത് നമ്മൾ പല്ല് തേക്കുമ്പോൾ ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ കൂടെയൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ചെറിയ ഒരു ഇഞ്ചുറി തട്ടിയാൽ പോലും നമുക്ക് കൈ ചുമന്ന് വരിക. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മുടെ രക്താണുക്കളിൽ വരുന്ന മാറ്റങ്ങളാണ്. സോ അതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് പറയാം. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിലാണെങ്കിൽ ബ്രസ്റ്റിൽ മുഴ വരുന്നത് നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്, ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരിക. ബോൺ ക്യാൻസർ എന്ന് പറയുന്ന ഏജ് ഒരു വളരെ വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. യൂഷ്വലി ഒരു അഡോൾസൻ പീരിയഡിലായിരിക്കും അത് വരിക. അപ്പം അത് നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ മുഴയായിട്ടോ തടുപ്പായിട്ടോ ഉണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും, പ്രത്യേകിച്ച് ബോണി സ്വെല്ലിങ്സ്. പിന്നെ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ബോൺ പെയിൻ ഉണ്ടാവാം. ഈ ക്യാൻസറിനെതിരെയുള്ള വാക്സിനേഷൻ കണ്ടുപിടിച്ചതായി വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഇത് എത്രത്തോളം ഫലപ്രദമാണ്? സോ ഇതിന് വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഈ ക്യാൻസർ എതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചെന്ന് പറയുന്നത് ഇത് എല്ലാം ഒരു പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു phase 1 ആ ഒരു രീതിയിൽ നിൽക്കുന്ന സ്റ്റഡീസ് മാത്രമാണ്. നമുക്കത് ഒരിക്കലും നമ്മുടെ ഒരു phase 3 ഡേറ്റയോ അങ്ങനെ ഒന്നും നമുക്ക് വന്നിട്ടില്ല. അതായത് ഫുള്ളി ഫലപ്രദമാണ് എന്ന് പറയാനോ സൈഡ് എഫക്ട്സ് എത്രത്തോളം ഉണ്ട് എന്ന് പറയാനോ ഉള്ള ഒരു രീതിയിലുള്ള ഒരു സ്റ്റഡീസ് വന്നിട്ടില്ല. സോ പാൻ ക്യാൻസർ, അത് എല്ലാ ക്യാൻസറുകളെയും പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു വാക്സിൻ നമ്മൾ ഇതുവരെ നമ്മുടെ ക്ലിനിക്കൽ ഇതിൽ വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ക്യാൻസറുകൾ ലൈക്ക് സർവൈക്കൽ ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിൻസ് അവൈലബിൾ ആണ്. അതേപോലെ ലിവർ ക്യാൻസർ, ഹെപ്പറ്റൈറ്റിസ് മൂലം ഉണ്ടാകുന്ന ലിവർ ക്യാൻസർ പ്രതിരോധിക്കാൻ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ അവൈലബിൾ ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള വാക്സിനേഷൻസ്. ബാക്കിയെല്ലാം ഓൺ ദ ട്രയൽസ്, ലൈക്ക് ഇറ്റ്സ് ഓൺ ദ പ്രോസസ്. രോഗം നേരത്തെ തിരിച്ചറിയുകയും
രോഗി ആത്മവിശ്വാസത്തോടെ രോഗചികിത്സ സ്വീകരിക്കുകയും ചെയ്യുന്നത് രോഗമുക്തിക്ക് നിർണായകമാകുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ആരോഗ്യകരമായ ജീവിതശൈലിയും പോസിറ്റീവ് മനോഭാവവും രോഗത്തിനെതിരെ പോരാടാനുള്ള വലിയ ആയുധങ്ങളാണെന്ന് ഈ സംഭാഷണത്തിൽ വ്യക്തമാകുന്നു. ഞങ്ങൾ ഡോക്ടർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.